നമസ്കാരം, ശ്രുതിസ് കുക്കറിയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ശ്രുതി നിതിൻ. നമ്മൾ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഓംലേറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഓംലേറ്റ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് പലർക്കും അറിയായിരിക്കും, പല രീതിയിലൊക്കെ നമ്മളത് പരീക്ഷിക്കാറുണ്ടായിരിക്കും. പിന്നെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഓംലേറ്റ് ഒരു സ്പെഷ്യൽ ടേസ്റ്റോട് കൂടിയിട്ട് നമ്മൾക്ക് കഴിക്കാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് വെച്ചാൽ വളരെ സിമ്പിളായിട്ട് തന്നെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം, വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ 2 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. ഈ മുട്ടയിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് അടിച്ചു വയ്ക്കുക. ഈ ഓംലേറ്റിലേക്കായിട്ട് നമുക്ക് കുറച്ച് പച്ചക്കറികളും കൂടി വേണം. ഒരു 1/4 കപ്പ് പച്ചക്കറി ആയിട്ടപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത്. കുറച്ച് പച്ചമുളക്, പിന്നെ കുറച്ച് ക്യാപ്സിക്കം, സവാള എടുത്തിട്ടുണ്ട്, പിന്നെ തക്കാളി, എല്ലാം ഇതുപോലെ കുറച്ച് കുറച്ചായിട്ട് എടുത്ത് വെക്കണം. മൊത്തത്തിൽ ഒരു 1/4 കപ്പ് പച്ചക്കറി നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നേരെ നമുക്ക് ഓംലേറ്റ് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഓയിൽ ഇഷ്ടമെന്ന് വെച്ച് കഴിഞ്ഞാൽ വെളിച്ചെണ്ണ ആണെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ 1 ടേബിൾ സ്പൂൺ ഓയിലായിട്ട് നമ്മളിപ്പോൾ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി അതിലോട്ട് നമ്മൾ നേരത്തെ തന്നെ എടുത്ത് വെച്ചിരിക്കുന്ന ആ 1/4 കപ്പ് പച്ചക്കറിയും കൂടി ചേർത്ത് കൊടുക്കാം. പച്ചക്കറി ചേർത്ത് കൊടുത്തു കഴിഞ്ഞിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം. നമ്മൾ കൂടുതൽ നേരം വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല, ഇതൊന്ന് വഴറ്റി എടുക്കുക. അപ്പോൾ നമ്മളിവിടെ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 40-45 സെക്കൻഡോളം ഒന്ന് വഴറ്റിയിട്ടുണ്ട്. ഇനി അതിലോട്ട് നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ എരിവിനനുസരിച്ചിട്ട് കുരുമുളക് പൊടിയിലൊക്കെ നിങ്ങൾക്ക് മാറ്റം വരുത്താം. എന്നിട്ട് അതിലോട്ട് ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി അതിലോട്ട് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ മുളക് പൊടിയുടെ അളവിലൊക്കെ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് മാറ്റം വരുത്താം. പിന്നെ ഇതിലോട്ട് കുറച്ച് ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല. ഈ പൊടികളെല്ലാം കൂടിയിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ഏകദേശം ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 1 മിനിറ്റോളം ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാവും. അങ്ങനെ ഇതൊന്ന് വഴറ്റി കഴിയുമ്പോൾ നമ്മൾ നേരത്തെ തന്നെ നന്നായിട്ട് അടിച്ചിട്ട് മാറ്റി വെച്ചിട്ടുള്ള മുട്ട ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. മുട്ട ഒഴിച്ചു കൊടുത്തതിന് ശേഷം എല്ലായിടത്തും നമ്മുടെ ആ മസാലയൊക്കെ ആവുന്ന രീതിയിൽ ഞാനൊന്ന് ആക്കിയെടുക്കുന്നുണ്ട്. ഈ മുട്ടയുടെ ഈ സൈഡ് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം. അപ്പം അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അങ്ങനെ മുട്ട ഒരു സൈഡ് നന്നായിട്ട് വെന്തതിന് ശേഷം നമ്മളൊന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ മറിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ മുട്ടയുടെ മുകളിലോട്ടായിട്ട് കുറച്ച് ടൊമാറ്റോ സോസ് ഒന്ന് എല്ലായിടത്തും ഇതുപോലെ ആവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് പറ്റി കൊടുക്കുക. അപ്പോൾ അതിന് എത്ര ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചേർത്ത് കൊടുക്കുക. ഇതുപോലെ ആവുന്ന രീതിയിൽ എല്ലായിടത്തും ആവുന്ന രീതിയിൽ ഒന്ന് പറ്റിയെടുത്താൽ മതി. അപ്പോൾ നമ്മളിവിടെ ഏകദേശം ഒരു 2 ടീസ്പൂണോളാണ് ഇവിടെ ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ എല്ലായിടത്തും മുട്ടയിൽ ഒന്ന് പറ്റിയെടുത്തത്. ഒരു 1.5 ടീസ്പൂണോ 2 ടീസ്പൂണോ നിങ്ങൾ നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് പറ്റി കൊടുക്കുക. അതിനുശേഷം ചീസ് എടുത്ത് വെച്ചിട്ടുണ്ട്, ഇതുപോലെ കട്ട് ചെയ്തിട്ട് അത് ഈ മുട്ടയുടെ മുകളിലോട്ടായിട്ട് ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ്. ചീസ് നിങ്ങൾക്ക് എത്രത്തോളം ഇഷ്ടമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ ചീസൊക്കെ ചേർത്തിട്ട് നമ്മൾ ഈ ഓംലേറ്റ് ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് എരിവ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി ഇതിൻ്റെ മുകളിലോട്ടായിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. നമ്മളിവിടെ കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്, കാരണം ഇതിന് അത്രയ്ക്ക് അങ്ങനെ എരിവൊന്നുമില്ല. നമ്മൾ കുറേശ്ശെയാണ് എല്ലാം ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കുറച്ച് കുരുമുളക് പൊടി ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ ഓംലേറ്റിൻ്റെ ഈ ഒരു സൈഡ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടാവും. അപ്പോൾ വെന്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക ഈ ഓംലേറ്റ്. അപ്പോൾ ഇതുപോലെ മടക്കി കൊടുത്തു കഴിഞ്ഞാൽ ആ ഭാഗം ഒന്ന് ചൂടാകുമ്പോൾ ഒന്ന് ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് ആ ഭാഗം കൂടി അതിൻ്റെ അടിഭാഗം കൂടി ഒന്ന് ചൂടാക്കിയെടുക്കുക. അപ്പം ഇങ്ങനെ നമ്മൾ തിരിച്ചു മറിച്ചിടുന്ന സമയം കൊണ്ട് തന്നെ ആ ചീസൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ട് വരും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇത് വേറൊരു പ്ലേറ്റിലേക്ക് അപ്പം തന്നെ മാറ്റാം. ചൂടോടെ കൂടി കഴിക്കുകയാണെങ്കിലും തണുത്തിട്ട് കഴിക്കുകയാണെങ്കിലും രണ്ട് ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ കഴിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഇത് മറ്റുള്ളവർക്ക് ആർക്കെങ്കിലും ആയിട്ട് നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടുന്നു തോന്നുകയാണെങ്കിൽ ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഒന്ന് ഷെയർ ചെയ്യാനും കൂടി മറക്കല്ലേ.
അപ്പോൾ ഇത് വളരെ സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ കമൻസ് ഒക്കെ അറിയിക്കുക. അപ്പോൾ വീണ്ടും നമുക്ക് നല്ല റെസിപ്പിയിലൂടെ കാണാം. അതുവരെ നിങ്ങൾ എല്ലാവരും നല്ല ഭക്ഷണം കഴിച്ച് ഹെൽത്തി ആയിട്ട് സന്തോഷമായിട്ട് ഇരിക്കുക. അപ്പോൾ വീണ്ടും കാണുന്നവരെ ബൈ.